ഈ സഭയ്ക്ക് അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നമുക്കും അറിയത്തില്ല, മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ അവരറിയുന്നു എന്ന് കാണിക്കുകയുമില്ല. അതുകൊണ്ട് ഒന്നാമത് ഈ സഭ സ്ഥാപിച്ചത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണ്. വർഗീസ് വർഗീസച്ചൻ പറഞ്ഞതുപോലെ മറ്റെല്ലാ അപ്പോസ്തലന്മാരും പൗലോസ് ശ്ലീഹ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ഏഷ്യ മൈനറിൽ വട്ടം കറങ്ങിയൊക്കെ അത്രയും പ്രവർത്തിച്ചതേ ഉള്ളൂ. എന്നാൽ ഒരു ഭൂഖണ്ഡം കടന്ന് ഈ ഭാരതത്തിലേക്ക് വരുവാൻ ധൈര്യം കാണിച്ചത് തോമാസ് ശ്ലീഹായാണ്. മറ്റപ്പോസ്തലന്മാരൊക്കെ വലിയ വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ചുങ്കം പിരുവോ മീൻപിടുത്തമോ അങ്ങനെയുള്ള സാധാരണ ജോലികളായിരുന്നുവെങ്കിൽ തോമാസ് ശ്ലീഹ ഒരു ആർക്കിടെക്റ്റായിരുന്നു. വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, ചോദ്യം ചോദിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു, വിവരമുള്ളവരെ ചോദിക്കുകയുള്ളൂ. തോമാസ് ശ്ലീഹ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 ചോദ്യം ചോദിക്കുന്നുണ്ട്. മറ്റു ശിഷ്യന്മാരെല്ലാവരും തടസ്സം പറഞ്ഞപ്പോൾ അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം എന്ന് പറഞ്ഞത് തോമാസ് ശ്ലീഹായാണ്. അതുപോലെ തന്നെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള പ്രഖ്യാപനം കർത്താവ് നടത്തുന്നത് മറ്റു ശിഷ്യന്മാർക്കൊക്കെ പേടിയാണ്, എന്തോ ചോദിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. തോമാസ് ശ്ലീഹായ പറഞ്ഞത്, നീ എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്കറിയാൻ വയ്യ, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് ചോദിക്കുവാനുള്ള ധൈര്യം കാണിച്ചത് തോമാസ് ശ്ലീഹായാണ്. ഏറ്റവും അവസാനം അടച്ചിട്ട മുറിയിൽ എല്ലാവരും ഇരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കും ചോദിക്കാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. ഈ വാതിൽ തുറക്കാതെ എങ്ങനെയാണ് അകത്ത് കയറിയത്? അങ്ങനെ കയറിയ ആളിനെ തൊടാൻ പറ്റുമോ? അതുകൊണ്ടാണ് തോമാസ് ശ്ലീഹ പറഞ്ഞത്, ഐ വാണ്ട് ടു ടച്ച്, എനിക്ക് ഒന്ന് തൊടണം. മറ്റാരും പറയാത്ത ഒരു ചോദ്യം, അത് വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്പർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് തോമാസ് ശ്ലീഹായ്ക്കാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ എല്ലാം ഈ അസൈൻ ചെയ്തപ്പോൾ ഈ ഭാരതത്തിൽ 3000 വർഷം 4000 വർഷം പഴക്കമുള്ള വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും സംസ്കൃതിയുടെയും കേന്ദ്രത്തിലേക്ക് ഒരാളെ അയക്കണമെന്ന് തോന്നിയപ്പോൾ തോമാസ് ശ്ലീഹായെ അയക്കുവാൻ കർത്താവ് തിരുവുള്ളമുണ്ടായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള കഴിവ് തോമാസ് ശ്ലീഹായ്ക്കുണ്ടായിരുന്നു. ഗ്രീക്ക് സംസ്കാരവും റോമാ സംസ്കാരവും യവന സംസ്കാരവും അന്ന് നിലവിലിരുന്ന ബാബിലോണിയും അസീറിയൻ സംസ്കാരവും ഒക്കെ തകർന്നടിഞ്ഞെങ്കിലും ഭാരത സംസ്കാരം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സംസ്കാരമാണ്. അതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഇപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അന്നറിയപ്പെട്ടിരുന്ന ബുദ്ധിപരമായ ലോകത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിന്നിരുന്ന ഒരു രാജ്യമാണ് ഭാരതം. എന്നാൽ നിർഭാഗ്യവശാൽ സായിപ്പ് പറഞ്ഞു, അന്ധകാരം പിടിച്ച രാജ്യമാണ്, പാവം പിടിച്ചവരുടെ രാജ്യമാണ്, ദരിദ്രരുടെ രാജ്യമാണ് എന്ന് പറഞ്ഞു. നമ്മളും അത് കേട്ട് അത് വിളിച്ചു പറയുകയാണ്. പക്ഷേ അത്രയും സംസ്കൃതി ഉന്നത നിലയിൽ നിന്നിരുന്ന ഇന്നും തകരാതെ നിൽക്കുന്ന ഒരു സംസ്കൃതിയിലേക്ക് നമ്മുടെ കർത്താവ് അയച്ചത് തോമാസ് ശ്ലീഹായെയാണ്. കാരണം ഇവിടെ വരുമ്പോഴുള്ള ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുവാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു അഭിമാനം തോന്നണം തോമാസ് ശ്ലീഹായുടെ മക്കളാണെന്നുള്ളത്. 1970കളിൽ തോമാസ് ശ്ലീഹ ഒരു അപ്പോസ്തലൻ പോലും അല്ല എന്ന് പറഞ്ഞ ഒരാൾ കൽപ്പന അയച്ചപ്പോൾ ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യനും അത് പ്രതിഷേധിക്കുവാനോ അത് തെറ്റാണെന്ന് പറയുവാനോ സാധിച്ചില്ല. ഏറ്റവും വിനയാന്വിതനായ ഔഗിയൻ ബാവ മാത്രമേ പറഞ്ഞുള്ളൂ, അത് അങ്ങയെക്കൊണ്ട് തോന്നിപ്പിച്ചത് പിശാചാണ്. നമ്മുടെ ജീവൻ തന്നെ പോയാലും മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന് കോട്ടം വരുന്നത് ഒന്നും ചെയ്യുകയില്ല എന്ന് സ്വതവേ ശാന്തനായ ഔഗിയൻ ബാവ ഒരു ഈറ്റപ്പുലിയെ പോലെ ചാടി പറയുവാൻ സാധിച്ചു. ഈ പാവം പിടിച്ച സഭയെ അതിന് പ്രതിഷേധിക്കുവാനും അതിനുവേണ്ടി ഈ പങ്കപ്പാടുകളൊക്കെ സഹിക്കുവാനും ഇറങ്ങിത്തിരിച്ചുള്ളൂ. അത് നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഒന്നാണ്. ഇന്ന് മാർത്തോമായ്ക്ക് നല്ല മാർക്കറ്റ് ഉള്ളത് കൊണ്ട് പലരും ചില അവസരങ്ങളിലൊക്കെ മാർത്തോമായുടെ പൈതൃകത്തെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കും. പക്ഷേ ഒഴുക്ക് പത്രോസിൽ നിന്നാണ് വരുന്നത്. പത്രോസിനെ കാണുമ്പോൾ തോമായെ മറക്കും. പക്ഷേ ഇവിടെ മാർക്കറ്റുള്ളിടത്ത് തോമായുടെ കാര്യം പറഞ്ഞ്
തോമായുടെ മക്കളാണെന്നൊക്കെ പറയുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടും കാണും. പ്രിയമുള്ളവരെ, നമ്മളാണ് തോമാശ്ലീഹായുടെ യഥാർത്ഥ മക്കളെന്ന് അവകാശപ്പെടുവാനുള്ളത്. ആ സിംഹാസനത്തിന് വേണ്ടി, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ വ്യക്തികളാണ്. അതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. മലങ്കര സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും റോമാ സാമ്രാജ്യത്തിനുള്ളിലുള്ള ചരിത്ര സംവിധാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ 4 പാത്രക്കേസുകൾ ലോകത്തിൻ്റെ 4 അതിർത്തികളിലല്ല, റോമാ സാമ്രാജ്യത്തിലുള്ളതാണ്. എന്നാൽ പേർഷ്യൻ സാമ്രാജ്യവും അതുപോലെ തന്നെ മറ്റും റോമാ സാമ്രാജ്യത്തിന് വെളിയിലുണ്ടായിരുന്ന ഒരുപാട് ക്രൈസ്തവരുണ്ട്. അവരുടെ തനതായ ജീവിത ശൈലികളുണ്ട്. അങ്ങനെയുള്ളൊരു സഭയാണ് ഭാരതസഭ. നിർഭാഗ്യവശാൽ ഭാരതസഭ പലപ്പോഴും പല വൈദേശിക ആക്രമണത്തെയും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ സ്വീകരിക്കാവുന്നത് സ്വീകരിക്കുകയും ത്യജിക്കാവുന്നത് ത്യജിക്കുകയും എന്നാൽ ധീരതയോടെ നിൽക്കുകയും ചെയ്തൊരു സമൂഹമാണ് മലങ്കര സഭ. അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. നമുക്കറിയാം, 16-ാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് വരുന്നത്. ഈ സുന്ദരമായ സഭയെ അതിൻ്റെ അധീനതയിൽ കൊണ്ടുവരുവാൻ അത് ഉദയംപേരൂർ സുന്നകദോസിലൂടെ ശ്രമിച്ചപ്പോൾ അതിന് നമ്മൾ വിധേയപ്പെടേണ്ടതായിട്ട് വന്നു. കാരണം പറങ്കിപ്പട്ടാളം നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാനൊക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1653 ഒരു പിതാവിൻ്റെ വരവ് ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ആവേശം ജ്വലിപ്പിക്കത്തക്കവണ്ണം അഹത്തുള്ള ബാവായെ അകാരണമായി വധിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ നിന്ന് ഒന്നോർത്ത് നോക്കണം, ഇൻ്റർനെറ്റില്ല, വാട്സപ്പില്ല, റേഡിയോ ഇല്ല, പത്രമില്ല, യാതൊരു വാർത്താമാധ്യമങ്ങളുമില്ല, ആകെയുള്ളത് കരക്കമ്പി മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് അങ്കമാലി മുതൽ തിരുവനന്തപുരവും മാവേലിക്കരയും പുത്തൻകാവും അതുപോലെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം നസ്രാണികൾ മട്ടാഞ്ചേരിയിൽ കൂടി. അവർക്ക് കിട്ടിയത് ഒരു കഷ്ണം കയർ മാത്രമാണ്. ആ കയറുകൊണ്ട് വേണേൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ആ കയറയിൽ പിടിച്ചുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഞങ്ങളും ഞങ്ങളുടെ സന്താന പരമ്പര ഉള്ളിടത്തോളം കാലം ഒരു വൈദേശിക ശക്തിക്കും ഞങ്ങൾ കീഴ്പ്പെടുകയില്ല. അതിൻ്റെ അർത്ഥം വൈദേശിക ശക്തികളെ ഞങ്ങൾ എതിർക്കുമെന്നല്ല, വൈദിക ശത്രുക്കളെ ഞങ്ങളുടെ ശത്രുക്കളെന്ന് കരുതുമല്ല. സഭയുടെ സ്വകീയമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു ബാന്ധവത്തിനും സഭ സമ്മതമല്ല എന്ന് പറയുവാൻ സാധിച്ചു. ആ കൂനംകുരിശ് സത്യത്തിന് ശേഷം സൂക്ഷം 100 വർഷം കഴിഞ്ഞാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായത്. ലോകത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ അരങ്ങേറുന്ന അതിന് ശേഷമാണ്. പാവം പിടിച്ച വിദ്യാഭ്യാസം ഇല്ലെന്ന് നമ്മൾ കരുതുന്ന പാവം പിടിച്ച നസ്രാണികൾ ഒരു കഷ്ണം കയറുകൊണ്ട് വലിയൊരു വിപ്ലവം തീർത്ത ഒരു സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നും. അതിനുശേഷം ഡച്ചുകാർ വന്നു. ഇവിടുത്തെ മലങ്കര മെത്രാപ്പോലീത്തായെ അകാരണമായി അറസ്റ്റ് ചെയ്തപ്പോൾ നിരണത്തുള്ള പീത്തമ്മ തങ്കിയാണ് തൻ്റെ മിന്നുമാല എടുത്തു കൊടുത്തിട്ട് മലങ്കര മെത്രാപ്പോലീത്തായെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു. അവരുടെ ചർച്ച് ഓഫ് കോമൺ പ്രെയർ സഭയിൽ മുഴുവൻ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചു. ചേപ്പാട്ടുമാർ ദീവന്നാസ്യോസിനെ ബ്രിട്ടീഷ് പടയാളികൾ വളഞ്ഞു നിന്നുകൊണ്ട് അത് അംഗീകരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പള്ളി യോഗത്തോട് ചോദിക്കാതെ സാധിക്കുകയില്ല. ഏതാണ്ട് 1000-ലധികം പടയാളികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് മാവേലിക്കര സുന്നകദോസ് കൂടി മാവേലിക്കര പടിയോല എഴുതിയത്. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധം നമ്മൾ അവശേഷിപ്പിച്ചു. അതിന് നവീകരണക്കാർ നമ്മളെ വിട്ടുപോയി, CSI സഭ നമ്മളെ വിട്ടുപോയി. എങ്കിലും സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചു. ഈ സമയത്തൊക്കെ നിലനിൽക്കുന്നതിന് പലപ്പോഴും പല ശക്തികളെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ സഹായം കൃതജ്ഞതയോടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പൗരസ്ത്യ സഭകളിൽ നിന്ന് വന്നിട്ടുള്ള പിതാക്കന്മാരെയൊക്കെ ആദരിക്കുന്ന വലിയ മനോഭാവം നമുക്കുണ്ട്. അതെല്ലാം അന്ത്യോഖ്യയിൽ നിന്ന് വന്നതാണ് എന്ന് നമ്മൾ കരുതുന്നില്ല. പൗരസ്ത്യ വിശ്വാസത്തിൽ കല്ലടയിൽ ഒരു പിതാവുണ്ട്, അതുപോലെ തന്നെ ചെങ്ങന്നൂർ ഒരു പിതാവ് അടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം വിവിധ കാലഘട്ടങ്ങളിൽ
ഈ റോമാ സാമ്രാജ്യത്തിന് വെളിയിലുള്ള സഭയിലേക്ക് വന്നിട്ടുള്ള പിതാക്കന്മാരാണ്. അവരുടെ വിശ്വാസം അലക്സാന്ദ്രിയൻ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഇന്നും ഈ സഭ നിൽക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കൂട്ടായ പൈതൃകത്തിൽ വിശ്വസിക്കുന്ന സഭയാണ്. പത്രോസിൽ നിന്ന് മാത്രമേ പൗരോഹിത്യം ഒഴുകുന്നുള്ളൂ എന്ന് പറയുന്ന വേദവിപരീതം നമ്മൾ ഒരിക്കലും പറയുന്നില്ല. എല്ലാ അപ്പോസ്തലന്മാരും നമ്മുടെ കർത്താവ് പറയുന്നത് പോലെ 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രത്തെയും ന്യായം വിധിക്കുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതിനേക്കാൾ അപ്പുറമായി വേറെ ഒരു സിംഹാസനം നമ്മൾ കരുതുന്നില്ല. അങ്ങനെ കാലാകാലങ്ങളിൽ വന്ന വൈദേശിക ശക്തികളെയെല്ലാം എതിർക്കുന്നതിന് ശക്തി ലഭിച്ച ഒരു സഭയാണ്. 1766 അതുപോലെ തന്നെ മുളന്തുരുത്തി സുന്നഹദോസ് കൂടുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക സംഘടനകളൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. NSS രൂപീകരിക്കപ്പെട്ടിട്ടില്ല, SNDP രൂപീകരിക്കപ്പെട്ടിട്ടില്ല, ഒരു സാമൂഹ്യ സംഘടനയും രൂപീകരിക്കപ്പെട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മലങ്കരയിലുള്ള ദേവാലയങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് മലങ്കര അസോസിയേഷൻ എന്ന ഒരു സാമൂഹ്യ പരമാധികാര സംഘടന രൂപീകരിച്ച് മലങ്കര സഭയുടെ ഭരണത്തെ സുസ്ഥിരമാക്കിയ നസ്രാണികളുടെ പിൻഗാമികളാണ് നമ്മൾ. 1934 ഭരണഘടന എന്ന് പറയുന്നത് 34 പൊട്ടിമുളച്ചതല്ല. ഈ സഭയിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന സംസ്കൃതികളുടെ ഒരു സമാഹാരമാണ്. അത് രൂപകൽപ്പന ചെയ്ത് ക്രോഡീകരിച്ച് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് മലങ്കര നസ്രാണികൾ അത് പാസ്സാക്കി. ഇപ്പോൾ ഡെറിൻ രാജു അതിനെക്കുറിച്ചൊക്കെ പറയും. അതിനുശേഷം 2000 അന്ത്യോക്യൻ സഭ രൂപപ്പെടുത്തിയ ഭരണഘടന ഇംഗ്ലീഷിൽ നമുക്ക് ലഭിക്കും, വായിക്കണം. അതിലെ വംശീയവും വർഗീയവും ദേശീയവുമായ വേർതിരിവുകൾ ഒന്നുമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയാണ്. പലരും പറയുന്നൊരു കുറിപ്പ് പുസ്തകമാണ്.